ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പൂരി റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇന്നോട് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണ്. എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി പൂരി ഒന്നും തയ്യാറാക്കാൻ അറിയത്തില്ലെന്ന് പറയില്ല കേട്ടോ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 250 ml മെഷറിംഗ് കപ്പിലോട്ട് ഒരു 1.5 കപ്പ് അളവിൽ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/4 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു സ്പൂണ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്, അതോടെ ചേർത്ത് കൊടുക്കാം. പൂരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് ലൂസായിട്ടാണല്ലോ കുഴച്ചെടുക്കുന്നത്. അത്രയും ലൂസായിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല. ഇച്ചിരി ടൈറ്റായിട്ട് വേണം. ചപ്പാത്തി കുഴയ്ക്കുന്നതിലും ഇച്ചിരി ടൈറ്റായിട്ട് വേണം നമ്മൾ പൂരിക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. മാവെല്ലാം ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വേണം കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. അപ്പം ചപ്പാത്തിയേക്കാളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇച്ചിരി ഹാർഡായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് പൂരിക്കുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടി മാറ്റാം. പരത്തിയെടുക്കാനുള്ള എത്ര സൈസ് വേണോ അതിനനുസരിച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ ബോളുകളാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ബോൾസുകളൊക്കെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി അങ്ങ് തീരെ നൈസായിട്ട് പരത്തിയെടുക്കേണ്ട. ഒരു ചപ്പാത്തിയെക്കാട്ടിലും ഒരു ഇച്ചിരി കനം കൂടുതൽ വേണം നമ്മൾ പൂരി തയ്യാറാക്കുമ്പോഴേ. ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ബോൾസുകൾ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കണേ. അതിനുശേഷം നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി ഓരോന്ന് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാൽ കുറേ സമയം എടുക്കും പൂരി വെന്ത് വരാനായിട്ട്. അപ്പോൾ അങ്ങ് ഹാർഡായി പോവും. അപ്പം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുക്ക് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പൂരികൾ നമുക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ പൂരിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ പൂരിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണം. നമുക്കിത് വെജിറ്റബിൾ കറിയുടെ കൂടോ അല്ലെങ്കിൽ നോൺ വെജിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്